ആ ജന്മദിനത്തിൽ കവിയെ ഓർമ്മിക്കുന്ന ഒരു പരിപാടിയുമായി നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ ഈ അവസരത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെയൊരു പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ മലയാളക്കരയ്ക്ക് ലോകമെമ്പാടും ഈ ഒരു ഗ്രാമപ്രദേശത്തിന്റെ വിശുദ്ധി എത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കവിയെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങാണ്. ചെറിയ ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഈ ഒരു ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നത് വിദ്യാരംഗത്തിന്റെ ജില്ലാ കോർഡിനേറ്റർ. ഒരു ചുമ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ഒരു ചുമയ്ക്ക് അടിയിടറി വീഴുന്നതിന് മുമ്പ് എത്രമേൽ നമുക്ക് പരസ്പരം ഒട്ടി നിൽക്കാമോ, എത്രമേൽ നമുക്ക് പരസ്പരം അടുത്ത് നിൽക്കാമോ, അങ്ങനെ ചേർന്ന് നിൽക്കുന്നയിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യത എന്ന് കക്കാട് തിരിച്ചറിയുന്ന വളരെ വളരെ സൗമ്യമായ, വളരെ സുന്ദരമായ ആ കവിത ആലപിച്ചതോടുകൂടി തന്നെ എന്താ പറയാ, നമ്മുടെ ഹൃദയത്തിലേക്ക് കക്കാട് കടന്നു വന്ന ഒരു അനുഭൂതി ഉണ്ടാക്കിയെടുക്കാൻ മാഷിക്ക് കഴിഞ്ഞു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ കക്കാട് ഇങ്ങനെ നിന്നുള്ള കവിയെല്ലാം നമുക്കറിയാം. കക്കാട് നിരന്തരം കാവ്യഭാഷയോട് നമ്മുടെ ജീവിതതാരകൾ ഇന്നൊട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ആതിരവരാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിംഗം ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പു ഞാൻ, ധ്യാനലീനമിരിപ്പു ഞാൻ. ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. ആസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴങ്കൂടൊരു ചുമയ്ക്കടി ഇടറി വീഴാം, വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോയിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നീരിയ നിലാവിന്റെ പിന്നെ അനന്തതയിൽ അലിയും. കാരണം ഗൗരവം കൂടുമ്പോൾ ഞങ്ങളൊക്കെ ബേജാറാവും അല്ലെ. വന്നിരിക്കുന്നത് നല്ലൊരു അക്ഷരമുറ്റത്താണ്. ഒച്ചത്തിൽ വരട്ടെ. പ്രശ്നമില്ല. അവസാനം ഒരു മ്യൂസിക് ടീച്ചർ നമുക്കിക്കുറി ആതിരവരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നും എന്തെന്നും ആർക്കറിയാം.